എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കവിത എഴുതുന്നത്, പാട്ട് എഴുതുന്നത്, കുറച്ച് തയ്ക്കുന്നത്, കുക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കവിത എഴുതുന്നത് തന്നെ. അതിൻ്റെ വലിയ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം കവിതാ രൂപത്തിൽ വരുന്നുണ്ടെന്ന്. അത് നിങ്ങളെല്ലാവരും എനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരേണ്ടത്. കാര്യം വലിയ പഠിപ്പില്ലാത്തത് കൊണ്ട്. അർത്ഥങ്ങളുടെ ആഴം ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മലയാളം എഴുതാനും വായിക്കാനും. ആ ഒരു ഇഷ്ടത്തിലായിരിക്കും ചിലപ്പം ഇങ്ങനെ കവിതകൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നാൽ ഒരുപാട് പഠിക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ എഴുതുമ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇരുന്നൊരു കവിത എഴുതി. മിക്കവാറും ചിലപ്പോൾ ഒരു ദിവസം ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ എഴുതും. ഇന്നലെ ഇരുന്ന് എഴുതിയ ഒരു കവിത ഞാനിവിടെ ചൊല്ലാം. മൊത്തം ചൊല്ലാൻ കുറച്ചുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചല്ല. ചുടുകണ്ണുനീർ എൻ്റെ കവിതയുടെ പേര്. ചുടുകണ്ണുനീരെൻ്റെ കവിളിൽ നീർച്ചാലുകൾ ഒഴുകിപ്പുഴയായി തീർന്നതറിഞ്ഞില്ല. ചുടുകണ്ണുനീരെൻ്റെ കവിളിൽ നീർച്ചാലുകൾ ഒഴുകിപ്പുഴയായി തീർന്നതറിഞ്ഞില്ല. ഹൃദയത്തിൽ കൊടുംചൂട് കത്തിയമരുമ്പോൾ കൊടും മഞ്ഞ് മലയിൽ പെയ്തതറിഞ്ഞില്ല. ഹൃദയത്തിൽ കൊടുംചൂട് കത്തിയമരുമ്പോൾ കൊടും മഞ്ഞ് മലയിൽ പെയ്തതറിഞ്ഞില്ല. പുലരിയും വെയിലും വന്നതറിഞ്ഞില്ല. കരളിൽ മുറിവേറ്റ് ചോര വാർന്നൊഴുകുമ്പോൾ. പുലരിയും വെയിലും വന്നതറിഞ്ഞില്ല. കരളിൽ മുറിവേറ്റ് ചോര വാർന്നൊഴുകുമ്പോൾ. ഒരു കുളിർത്തന്നൽ തഴുകുവാനെത്തുന്നു. മാർച്ചുരന്നൊഴുകുന്നു പാലാഴിയും. ഒരു കുളിർത്തന്നൽ തഴുകുവാനെത്തുന്നു. മാർച്ചുരന്നൊഴുകുന്നു പാലാഴിയും. ദാഹം ശമിപ്പിക്കാൻ എന്നിലേക്കെത്തുന്നു. ദാഹം ശമിപ്പിക്കാൻ എന്നിലേക്കെത്തുന്നു. ഇനിയുണ്ട് വരികൾ. എല്ലാം കൂടെ ചെല്ലുമ്പോൾ തെറ്റിപ്പോവുക എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും കൊണ്ട് നിർത്തുക. ഇനി വരികളുണ്ട്, പക്ഷെ അത് മൊത്തം ചെല്ലുമ്പം എനിക്കൊരു പേടിയാണ്, അയ്യോ ചെല്ലുന്നത് തെറ്റുമോ എന്നുള്ളത്. അപ്പം ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ചെല്ലാം.